الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم والذي قال لوالديه أف لكما أتعدانني أن أخرج وقد خلت القرون من قبلي وهما يستغيثان الله ويلك آمن إن وعد الله حق فيقول ما هذا إلا أساطير الأولين أولئك الذين حق عليهم القول في قد خلت من قبلهم من الجن والإنس إنهم كانوا خاسرين ബഹുമാന്യരായ വിശ്വാസിനികളെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം ഭയപ്പാടോടുകൂടി നിലനിർത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ പരമാവധി ആദരപൂർവം പിന്തുടർന്ന് മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും ഇടയാകുന്നവരിൽ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിരന്തരം വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്, വാഹനത്തെ ഉപയോഗിക്കുന്നവരാണ്, വാഹനം കയറുന്നവരാണ്, സഞ്ചരിക്കുന്നവരാണ്. വാഹനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ശരിയായ മറുപടി അതിന്റെ ബ്രേക്കാണ് എന്ന്. വാഹനത്തിന് ബ്രേക്ക് എന്തിനാന്ന് ചോദിച്ചാൽ വണ്ടി നിർത്താതെ ഓടാതിരിക്കാനോ നിൽക്കാനോ വേണ്ടിയിട്ടല്ലല്ലോ. വണ്ടിക്ക് കുതിച്ചു പായാനുള്ള ധൈര്യം നൽകുന്നത് ബ്രേക്കാണ്. എന്ന് പറഞ്ഞാൽ ബ്രേക്കില്ലാത്ത ഒരു വണ്ടി എടുക്കാൻ നമ്മൾ കൂട്ടാക്കുകയില്ല. ബ്രേക്ക് എത്രമാത്രം ശക്തമാണോ ആ വണ്ടി ഓടിക്കാൻ കൂടുതൽ നമുക്ക് ആത്മവിശ്വാസവും ഉണ്ടാകും. ഒരു പട്ടം അത് വായുവിൽ ഉയർന്നു പറക്കുന്നത് എപ്പോഴാണ്? അതിന്റെ കയറിന്റെ തുമ്പത്ത് ഒരാള് പിടിക്കുമ്പോഴാണ്. അപ്പൊ ഞാനിത് പറഞ്ഞത്
വണ്ടിക്ക് ബ്രേക്ക് വണ്ടിയെ തടഞ്ഞു നിർത്താനല്ല, വണ്ടിക്ക് ഉദ്ദിഷ്ട സമയത്ത് ഉദ്ദിഷ്ട ലക്ഷ്യത്തിൽ സുരക്ഷിതമായി എത്തുമെന്ന് ഉറപ്പാക്കാനുള്ളതാണ്. ഉയരങ്ങളിലേക്ക് പറന്നുയരാൻ പട്ടത്തെ സഹായിക്കുന്നത് അതിന്റെ കയറിൽ പിടിച്ചു നിൽക്കുന്ന ആ കുഞ്ഞോ അല്ലെങ്കിൽ മനുഷ്യനോ ആണ്. കുടുംബം എന്നതിന്റെ പ്രത്യേകതയും അവിടെ തന്നെയാണ്. മുതിർന്നവരും മാതാപിതാക്കളും അരുതായ്മകളുമായ അത് പാടില്ല, ഇത് പാടില്ല, അവിടെ പോകാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, അങ്ങനെ കാണാൻ പാടില്ല, കേൾക്കാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തടസ്സങ്ങളുണ്ടാക്കി നമ്മളെ ഒന്നുമല്ലാതാക്കി തീർക്കാനോ അവരുടെ അടിമകളായി മാറ്റാനോ അല്ല എന്നെന്റെ പ്രിയപ്പെട്ട യൗവനത്തോടാണത് കാര്യമായി പറയാനുള്ളത്. ഇപ്പോൾ പലതും നിങ്ങൾക്ക് ഞങ്ങൾ തടസ്സമാണെന്ന് തോന്നാം. മുതിർന്നവരെ മുട്ടിയിട്ട് ഉപ്പാന്റെ ഉമ്മാന്റെ നിയന്ത്രണത്തിൽ ഒരുങ്ങിയിട്ട് ഒന്നിനും പറ്റുന്നില്ല, എന്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ഇപ്പോൾ പതിവാണ്. പക്ഷേ നിങ്ങൾക്ക് സുരക്ഷിതമായി കുതിച്ചു പായാൻ, നിങ്ങളെ നമ്മുടെ ചുറ്റുപാടുകളിൽ ഏറ്റവും ഉന്നതിയിലെത്തിക്കുവാനുള്ള ഭഗീരഥ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാണ്, ഹുവ അഅലമു ബിക്കും ഇദ് അൻശഅകും മിനൽ അർള് വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും ഫലതുസക്കൂ അൻഫുസക്കും ഹുവ അഅലമു ബിമനിത്തഖാ. നിങ്ങൾ ഭൂമിയിൽ സസ്യങ്ങളായി, പ്രോട്ടീൻസായി, മിനറൽസായി നിങ്ങൾ നിലകൊണ്ടപ്പോൾ സസ്യങ്ങളിലും പയറുവർഗ്ഗങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും മത്സ്യത്തിലും മാംസത്തിലും ഒക്കെയായി നിങ്ങളുടെ ആദ്യത്തെ അവശിഷ്ടങ്ങൾ, നിങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടായി തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ ആരായി തീരുമെന്ന് എനിക്കറിയാം. വൈദ് അന്തും അജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാത്തിക്കും, അവിടങ്ങളിൽ നിന്ന് ഭക്ഷണത്തിലൂടെ നിങ്ങളുടെ മാതാപിതാക്കളുടെ ശരീരത്തിൽ നിങ്ങൾ രേതസ്കണങ്ങളായി കയറിക്കൂടിയപ്പോഴും നിങ്ങളെ എനിക്കറിയാം. അവിടെ നിങ്ങൾ പടിപടിയായി വളർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടും കേട്ടും അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. അതുകൊണ്ട് ഫലാ തുസക്കൂ അൻഫുസക്കും, നിങ്ങൾ ഇപ്പോഴിങ്ങനെ ഗമ കാണിക്കേണ്ടതില്ല. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും മെച്ചപ്പെട്ടവൻ, ഞാനാണ് ഏറ്റവും നല്ലവൻ, ഉന്നതൻ, എന്നെ ആരും നിയന്ത്രിക്കേണ്ടതില്ല എന്ന് നിങ്ങൾ പറയരുത്. ഹുവ അഅലമു ബിമനിത്തഖാ, നിങ്ങളിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൂക്ഷ്മദൃക്കുകളായ തഖ്വയുള്ള മുത്തഖികൾ ആരാണെന്ന് അള്ളാഹുവിനറിയാം എന്ന്. മറ്റൊരു വിശുദ്ധ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അയ്യുഹന്നാസ് ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസി ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബിൻ തുമ്മ മിൻ നുത്ഫത്തിൻ. അങ്ങനെ സൂറത്ത് ഹജ്ജിന്റെ 5-ാമത്തെ ആയത്ത്. മനുഷ്യരെ, മതമില്ല, മതബോധമില്ല, പരലോകമില്ല, പടച്ചവനില്ല, മരണാനന്തര ജീവിതമില്ല, മരിച്ചാൽ പിന്നെ അതിന്റെ അപ്പുറത്ത് ഒന്നുമില്ല. ഏതാ മതനിരാസത്തിന്റെ, നിരീശ്വരത്തിന്റെ വക്താക്കളും പ്രയോക്താക്കളും ഉണ്ടെങ്കിൽ അവരോടാണ്, യാ അയ്യുഹന്നാസ്, ഏയ് മനുഷ്യരെ, ഇൻ കുന്തും ഫീ റൈബിൻ മിനൽ ബഅസ്, മരിച്ചാൽ എഴുന്നേറ്റ് വരേണ്ടി വരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ആരായിരുന്നു എന്ന് നാം നിങ്ങളെ പഠിപ്പിക്കാം. ഫഇന്നാ ഖലഖ്നാകും മിൻ തുറാബ്, നിങ്ങളെ നാം രൂപപ്പെടുത്തിയെടുത്തത് മണ്ണിൽ നിന്നാണ്. തുമ്മ മിൻ അലഖ, പിന്നെ നിങ്ങളൊരു രക്തക്കട്ടയായി. തുമ്മ മിൻ മുളഗത്തിൻ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖത്തിൻ ലിനുബയ്യിന ലക്കും, പിന്നെ നിങ്ങൾ മാംസപിണ്ഡമായി മാറി. വനുഖിറു ഫിൽ അർഹാമി മാ നശാഉ ഇലാ അജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾ നിങ്ങളുടെ മാതാക്കളുടെ ഗർഭാശയങ്ങളിലായിരുന്നതും എനിക്കറിയാം. അതെ, പിന്നെ നിങ്ങൾ അവിടെ നിന്ന് പുറത്തേക്ക് വന്നതും എനിക്കറിയാം. തുമ്മലി തബുലുഹു അശുദ്ധക്കും, പിന്നെ നിങ്ങൾ മെല്ലെ മെല്ലെ അങ്ങനെ കയ്യും കാലും മുറച്ച് എഴുന്നേറ്റ് നടക്കാനും ഓടാനും ചാടാനും ഒക്കെയായി ആരോഗ്യവാന്മാരായതും ഞാൻ അറിയും. പക്ഷേ നിങ്ങൾ അറിയണം, വമിൻകും മൻ യുതവഫാ മിൻ ഖബൽ, നിങ്ങളോടൊപ്പമുണ്ടായിരുന്ന പലരും കടന്നുപോയിരിക്കുന്നു വന്ന വഴിയിലേക്ക്. അവരിപ്പോൾ നിങ്ങളോടൊപ്പമില്ല. നിങ്ങളുടെ ക്ലാസുകളിൽ അവരില്ല, ഓഫീസുകളിൽ അവരില്ല, വീട്ടിൽ അവരില്ല.
ആത്മസുഹൃത്തുക്കളിൽ ചിലർ കടന്നുപോയിരിക്കുന്നു, നിങ്ങൾക്ക് ചിന്തിക്കാനായില്ലേ? വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലികൈ ലാ യഅലമ മിൻ ബഅദി ഇൽമിൻ ശൈഅ. എല്ലാ അറിവുമുള്ളവരായി ഒരുപാട് കാലം ജീവിച്ച ഒരൊറ്റ നിമിഷത്തിൽ പിന്നീട് സ്വന്തം പേര് പോലും അറിയാത്ത തരത്തിൽ മറവി രോഗം ബാധിച്ചെഴുന്നേൽക്കാൻ കഴിയാതെ പരസഹായം പ്രതീക്ഷിച്ച് നിസ്സഹായരായി കിടക്കുന്നവരും നിങ്ങളുടെ വീടുകളിലുണ്ട്. അതിനിടയിൽ കടന്നിട്ട് ഒരല്പ ദിവസം സ്വന്തമായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കിട്ടിയപ്പോ ഉമ്മ വേണ്ട, അതൊരു തടസ്സ. ഉപ്പ വേണ്ട, അത് അതിനേക്കാൾ വലിയ തടസ്സ. ജ്യേഷ്ഠന്മാർ വേണ്ട, അധ്യാപകർ വേണ്ട, മതം വേണ്ട, പള്ളി വേണ്ട, പട്ടക്കാർ വേണ്ട, ഒരു നിയമവും ഒരു നിർദ്ദേശവും ഞാൻ അനുസരിക്കില്ല എന്ന് പറയുന്നവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് കല്ലാ ഇന്നൽ ഇൻസാന ലയത്ഗാ. അങ്ങനെ വേണ്ട മക്കളെ, തീർച്ചയായും മനുഷ്യർ അതിക്രമികളാവുകയാണ്, പരിധി വിടുകയാണ്. എന്താ കാരണം? ഇപ്പോൾ അവന് എനിക്ക് ഞാൻ മാത്രം മതി എന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതാണ് കാരണം. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കാലഘട്ടത്തിന്റെ വിദണ്ഡവാദങ്ങളെ, നമ്മുടെ കാലഘട്ടത്തിന്റെ മോശമായ സാംസ്കാരിക നിലവാരത്തെ എത്ര കൃത്യമായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല 14ാം നൂറ്റാണ്ട് മുമ്പ് വിശദീകരിച്ചതൊക്കെയാണ്. എനിക്ക് ഞാൻ മതി എന്ന തോന്നലുണ്ടായി. നമുക്ക് നമ്മൾ പാസ്സായി, വലിയ ബിരുദങ്ങൾ പാസ്സായി, നമുക്ക് 10,000ങ്ങളും ലക്ഷങ്ങളും ശമ്പളമായി വന്നു, നമുക്ക് വാഹനങ്ങൾ, ഫാൻസി വാഹനങ്ങൾ വന്നു, ജനറൽ എസി ബംഗ്ലാവുകൾ വന്നു, നമുക്ക് സ്വന്തമായി ഓഫീസുകൾ വന്നു. ഇനി ആരാണ് നമുക്ക് പേടിക്കാൻ? ഇനിയൊന്നുമില്ല, ഇനി നമുക്കൊന്നും വേണ്ട എന്ന ചിന്തയുണ്ടായി. പക്ഷേ മക്കളെ, ഇന്ന ഇലാ റബ്ബിക റുജ്അ. ഏതൊരു നിമിഷത്തിലും ഇവിടെ പള്ളി കയറി വന്നപ്പോ കിട്ടിയ പല വാർത്തകളിൽ ഒന്ന്, കഴിഞ്ഞ 5-8 ദിവസങ്ങൾക്കുള്ളിൽ ഈ മഹല്ലത്തിൽ വന്നിരുന്ന മലപ്പുറം മുനിസിപ്പാലിറ്റിക്കുള്ളിൽ പെട്ടെന്നുള്ള മരണങ്ങൾ ധാരാളക്കണക്കിനുണ്ടായിട്ടുണ്ട് എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന ഇലാ റബ്ബിക റുജ്അ. തിരിച്ചു പോകേണ്ടി വരുമെന്ന ഭയപ്പാട് വേണം. നോക്കൂ നിങ്ങള്, പരിശുദ്ധ ഖുർആൻ പറയാ, വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സുലാലത്തിൻ മിൻ മാഇൻ മിൻ തീൻ തുമ്മ ജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ എന്നിങ്ങനെ ഖുർആൻ പറയാ. നിങ്ങൾ വെറും ഒരു രേതസ്കണമായിരുന്നു, പിന്നെ നിങ്ങളൊരു പ്രത്യേകമായ സുരക്ഷിതമായ പാത്രത്തിലേക്ക് മാറ്റപ്പെട്ടു. ആ പാത്രത്തിൽ നിങ്ങളൊരു നിശ്ചിത കാലയളവ് ഒരു സുരക്ഷിതരായി കഴിഞ്ഞുകൂടി. ഫഖദർനാ ഫനിഅമൽ ഖാദിറൂൻ. നാമാണ് ആ കാലയളവ് തീരുമാനിച്ചതും ആ പാത്രം ഒരുക്കി വെച്ചതും അവിടെ നിങ്ങളെ താമസിപ്പിച്ചതും അവിടെ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം തന്നതും. നമ്മുടെ കണക്കുകൂട്ടൽ എത്ര മനോഹരമായിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതൊക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയോ? എന്നിട്ട് അല്ലാഹു നമ്മളെക്കുറിച്ച് നമ്മളെ പഠിക്കും. അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലക്കും തശ്കുറൂൻ. മാതാക്കളുടെ ഗർഭാശയങ്ങളിൽ നിങ്ങൾ പുറത്തു കിടക്കുമ്പോ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു? ലാ തഅലമൂന ശൈആ. നിങ്ങൾക്ക് ഒന്നും മനസ്സിലാകുമായിരുന്നു, ഒന്നും അറിയാമായിരുന്നില്ലല്ലോ. സമ്പൂർണ്ണ നിസ്സഹായത. വജഅല ലക്കുമുസ് സമഅ. നിങ്ങൾക്ക് നല്ലത് കേൾക്കാൻ നാം കാത് നൽകിയിരുന്നില്ലേ? വൽ അബ്സാറ. സത്യം കാണാൻ കണ്ണ് തന്നിരുന്നില്ലേ? വൽ അഫ്ഇദത. ചിന്താശേഷി നൽകിയിരുന്നില്ലേ? അതെന്തിനാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? ലഅല്ലക്കും തശ്കുറൂൻ. ഈ ജീവിതം ആസ്വദിച്ച് അടിച്ചു പൊളിക്കാനുള്ളതല്ല. ചെവിയിൽ ഒരു സാധനം തിരികിയിട്ട് റെയിൽവേ ട്രാക്കിലൂടെ പാട്ട് കേട്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ തൊട്ടു പിന്നിൽ വന്ന ട്രെയിനിന്റെ ശബ്ദമോ അതിൽ നിന്നുള്ള ഹോണടിയോ ചുറ്റുപാടുകളിൽ ആളുകൾ നിലവിളിക്കുന്നതോ കേൾക്കാതെ പോകുന്നിടത്ത് അയാൾ ആ തീവണ്ടിക്കടിയിൽപ്പെട്ട് ദാരുണമായി മരിച്ചു വീഴുന്നത് കണ്ടു നിൽക്കുന്ന മനുഷ്യർ ചിന്തിക്കേണ്ടതല്ലേ? എന്ത്? വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ഖലീലൻ മാ ലഅല്ലക്കും തശ്കുറൂൻ. നന്ദി കാണിക്കാനുള്ളതാണ് ഇതെല്ലാം എന്ന്.
ഇതൊക്കെ നന്ദി കാണിക്കാനുള്ളതാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും കേൾവിശക്തിയും കാഴ്ചശേഷിയും ചിന്താശേഷിയും ഇല്ലാത്ത ആൾക്കൂട്ടം നമുക്കിടയിലുണ്ട്. അവർക്കിടയിൽ നിന്ന് ഈ ലഭ്യമായതിന് ദൈവനിഷേധത്തിന്, മതനിരാസത്തിന്, നിരീശ്വരവാദത്തിന്, വൃത്തികേടുകൾക്ക് ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നെങ്കിലും ഇതിന്റെ സന്ദേശമായി പ്രിയപ്പെട്ടവർ ഈ സമുദായം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് നമ്മൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇത്രയും പറഞ്ഞത് എന്തിനാണെന്നറിയാം? നിങ്ങൾ ഇതൊക്കെയും അനുഭവിച്ചത് ഈ കാലഘട്ടത്തിലൊക്കെയും നമുക്കൊരു കൂട്ടു വേണമായിരുന്നു അല്ലേ? നമുക്ക് താമസിക്കാൻ ഒരു ഗർഭപാത്രം വേണമായിരുന്നു. അവിടേക്ക് നമുക്ക് ആ സമയത്ത് ആവശ്യമായ ഭക്ഷണപാനീയങ്ങളും മറ്റു സംവിധാനങ്ങളും എത്തിച്ചു തരാൻ ഒരാൾ വേണമായിരുന്നു അല്ലേ? ഇവിടെ പുറത്തു വന്നപ്പോൾ പിന്നീടുള്ള ഓരോ നിമിഷങ്ങളിലും വർഷങ്ങളോളം നമുക്കൊരാളുടെ ഒന്നല്ല ഒന്നിലധികം ആളുകളുടെ തുണയും ശ്രദ്ധയും പരിചരണവും ആവശ്യമായിരുന്നു. ആ ആളുകൾ ആരാണെന്ന ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? അത് നമ്മുടെ മാതാപിതാക്കളാണ്, അത് നമ്മുടെ കുടുംബമാണ് എന്നാണ് അല്ലേ? ഒന്നും തിരിച്ചു പോയിക്കാതെ നമ്മളുടെ സന്തോഷങ്ങൾ സ്വന്തം സന്തോഷങ്ങളായും നമ്മുടെ സങ്കടങ്ങളെ നമ്മളെക്കാൾ കൂടിയ പരിഗണനയിൽ സ്വയം ഏറ്റെടുത്തും നമ്മെ ഉറങ്ങാൻ വിട്ട് നമ്മൾ ഉറങ്ങുന്നത് നോക്കി ഉറക്കമൊഴിച്ചിരുന്നവർ നമ്മുടെ കുടുംബമാണ്. ഇന്ന് കണ്ട, അല്ലെങ്കിൽ ഇന്നലെ കണ്ട, കോളേജ് ക്യാമ്പസിൽ കണ്ട, സ്കൂൾ ക്യാമ്പസിൽ കണ്ട കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ല എന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അത് ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളച്ചു വന്ന കൂനാണ്, തകരയാണെന്ന് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. നീ ചിരിച്ചാൽ നിന്റെ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോ കൂടെ കരയാൻ നിന്റെ നിഴൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നത് ആപ്തവാക്യമായി നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഇന്നലെ കണ്ട ഈ കൂട്ടുകാർക്ക് വേണ്ടി സ്വന്തം മാതാപിതാക്കളെ, സ്വന്തം കുടുംബത്തെ, ആ കുടുംബത്തിനുള്ളിലുള്ള സംരക്ഷണത്തെ, അവർ നൽകുന്ന സ്നേഹത്തെ തമസ്കരിക്കുന്ന, അവഗണിക്കുന്ന പ്രവണത മക്കളെ നമുക്ക് യോജിച്ചതല്ല. അവരുടെ കൈവിരലിൽ തൂങ്ങി നടന്ന നമുക്ക് അവരുടെ വിരലിൽ ഒന്ന് തലോടാൻ കഴിയില്ല എങ്കിൽ അവരുടെ ഗർഭപാത്രത്തിൽ കിടന്ന് അങ്ങോട്ട് ചവിട്ടിയപ്പോൾ സന്തോഷം കൊണ്ട ഇളക്കണ്ടട്ടോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചിരുന്ന ആ ഉമ്മയെ പുറത്തിറങ്ങിയിട്ട് അതേ ഗർഭപാത്രത്തിന് പുറത്തുനിന്ന് ചവിട്ടുന്ന സാഹചര്യം ഉണ്ടാവുക എന്നത് മുസൽമാന് പറ്റിയതല്ല. ആണോ? അത് മുസൽമാന് പറ്റിയതല്ല. തനിക്കു വേണ്ടി ജീവിതകാലം മുഴുവനും വെയിലും മഴയും ചേറും വെയും ഒന്നിച്ചു കണ്ട, ഉള്ളവരുടെ മുഴുവൻ അനാവശ്യവും തെറിയും അപമാനവും സഹിച്ച, തനിക്കു വേണ്ടി ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും വിദേശ രാജ്യങ്ങളിൽ കൊടും ചൂടിലും കൊടും തണുപ്പിലും കഷ്ടപ്പെട്ട് ജീവിച്ച ആൾ ആരാണ്? ഈ വന്ന കൂട്ടുകാരനാണോ? അല്ലെങ്കിൽ ഈ ക്ലാസ് മുറിയിൽ കണ്ട തൊലി വെളുപ്പുള്ള ഈ കൂട്ടുകാരിയായിരുന്നുവോ? ആരാണിത് നമ്മളെ പഠിപ്പിച്ചത്? എവിടെ നിന്നാണ് ഈ സംസ്കാരം ഈ സമുദായത്തിലേക്ക് വന്നത്? ഇവർ എത്ര കാലം നമ്മുടെ കൂടെയുണ്ടാകും? എവിടെയായിരിക്കും നമ്മുടെ അവസാനം? ആരായിരുന്നു നമുക്ക് വേണ്ടി സ്വന്തം സൗന്ദര്യവും സ്വന്തം ആരോഗ്യവും സ്വന്തം ആഗ്രഹങ്ങൾ മുഴുവൻ മാറ്റിവെച്ച് ആരായിരുന്നു നമ്മുടെ കൂടെയുണ്ടായിരുന്നത്? നമ്മുടെ ഉമ്മയാണ്, നമ്മുടെ ഉപ്പയാണ്. നമ്മളെ സ്കൂളിലേക്ക് കൈപിടിച്ച്, മദ്രസയിലേക്ക് കൈപിടിച്ച് നടത്തിയത് ആരാണ്? നമ്മുടെ ജ്യേഷ്ഠന്മാരാണ്, നമ്മുടെ മുതിർന്ന സഹോദരിമാരാണ്. ഇത് ഇന്നലെ വന്നതാണ്. ഇപ്പൊ നമ്മുടെ ആരുടെ കൂടെയാണ്? ആരാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്? മക്കളെ അവിടെ പോകരുത്, ആ കൂട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ വാപ്പയെ വെറുക്കുന്ന, ഇത് പറ്റൂല കുട്ടിയെന്ന് പറഞ്ഞ അമ്മമ്മാന്റെ പണി നോക്കെന്ന് പറയുന്ന മക്കൾ വളർന്നു വന്നത് ഏത് സാഹചര്യത്തിൽ നിന്നാണ്? വിശുദ്ധ ഖുർആൻ പറയണേ, വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൻ ലകുമാ അതഇദാനിനി അൻ നുഖ്റജ വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി. ഒരു തരം മക്കൾക്ക് തോന്നുന്നത് ഇന്നിന്റെ കാലത്തെയാണ് അള്ളാഹു കണ്ടതെന്നാ. മക്കാ മുശ്രിക്കുകൾക്ക് ജാഹിലിയ്യത്തിൽ ഇത്തരം മക്കളില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസുബ്ബു ആബാഅക്കും, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ശപിക്കരുത് കേട്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ ഖുറൈശികളായിരുന്നു സ്വഹാബത്തിനോട് പറയാം. അപ്പൊ അവർ അത്ഭുതത്തോട് കൂടി ചോദിക്കുക, യാ റസൂലല്ലാഹ് യസ്തമു റജുലു വാലിദൈ, ഏതെങ്കിലും മക്കൾക്ക് മാതാപിതാക്കളെ കുറ്റം പറയാൻ, ചീത്ത പറയാൻ, അനാവശ്യം പറയാൻ പറ്റുമോ? ധൈര്യം വരുമോ? ഏത് മക്കളാണ് അങ്ങനെ ചെയ്യാൻ? അവർക്ക് പോലും അത് അത്ഭുതമായി തോന്നിയിരുന്നു. ഇന്നത്തെ കാലം എന്താ മക്കളെ?
എന്താണ് മക്കളെ? കഞ്ഞിയിൽ ചൂടില്ലെങ്കിൽ, ചൂട് കൂടിയാൽ, നിങ്ങൾ ഉദ്ദേശിച്ച പലഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്താണ് നമ്മുടെ വീട്ടിൽ നടക്കുന്നത്? ആരാണ് ഇതിന് ഇതിന് പ്രചോദനം നൽകുന്നത്? വല്ലദീ ഖാല ലിവാലിദൈഹി ഉഫ്ഫിൻ ലക്കുമാ, മാതാപിതാക്കളെ അപമാനിക്കുന്ന മക്കൾ വരുന്നു. അതഇദാനി അൻ ഉഖറജ, പരലോകമുണ്ടെന്ന് മരിച്ചാൽ പിന്നെയും ജീവിച്ചു വരുമോ എന്ന് നിങ്ങളെയോ അവരോട് പരിഹാസത്തോടെ ചോദിക്കുന്നു. അതിനെന്ത് തെളിവുണ്ട് എന്നോട് ചോദിക്കുന്നു. അല്ലേ? വഖദ് ഖലത്തിൽ ഖുറൂനു മിൻ ഖബ്ലി, പോയോരൊന്നും തിരിച്ചു വന്നിട്ടില്ലല്ലോ എന്ന ന്യായവാദം പറയുന്നത് ജബ്ബാർ മാഷാണ് നമ്മള്. ആണോ? വഹുമാ യസ്തഗീസാനില്ലാഹ വൈലക ആമിൻ, അവർ രണ്ടുപേരും ആകാശത്തേക്ക് കൈയുയർത്തി നിലവിളിക്കുന്നു, മകനെ നന്നാവടാ നന്നാവടാ, ഇത് പോരാ, ഇങ്ങനെ പോരാ. ഇതൊക്കെ അവർക്ക് പറയാനുള്ളത്, അവന് പറയാനുള്ളത് അറിയോ? മാതായില്ല അസാത്തീറുൽ അവ്വലിൽ. പാപ്പിമ്മീം പഴപുരാണം പറയുന്നത് ഇത് ന്യൂജനാണ്, ഇത് തന്തവൈവാണ് ഈ പറയണത്. അല്ലേ? നമ്മുടെ ന്യൂജനാണ്, യൂത്ത് വൈബാണ്. യൂത്ത് വൈബ് എവിടേക്കാ പോണെന്ന് നോക്കിക്കോളി. ഞങ്ങൾ പാവപ്പെട്ട മാതാപിതാക്കൾ നിങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് പ്രതീക്ഷ ഉണ്ട് മക്കളെ. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പലതും ആഗ്രഹിക്കുന്നു. ഈ സമുദായത്തിന്റെ അന്തസ്സായി, ഞങ്ങൾക്ക് പ്രായാധിക്യത്തിനൊരു കൂട്ടായി, ഒരു തുണയായി, അല്ലേ? ഞങ്ങളുടെ പരലോകത്തേക്ക് പ്രാർത്ഥനയായി, നിങ്ങളുടെ മക്കളെ കളിപ്പിച്ച് കൺപുളമയോടുകൂടി ദുനിയാവിൽ നിന്ന് വിട പറയാൻ ഒരവസരം ഞങ്ങൾ ആഗ്രഹിക്കുന്നു, ഞങ്ങളുടെ മാതാപിതാക്കൾ. പക്ഷെ നിങ്ങളോ? രണ്ടും രണ്ട് ചിന്തയല്ലേ? എവിടെയാണ് ഇതിന്റെയൊക്കെ തുടക്കം? നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു ഖുർആനും സുന്നത്തുമല്ലാതെ, നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളും കുടുംബവുമല്ലാതെ, നമ്മളെ നിയന്ത്രിക്കാൻ പുറമേ നിന്ന് ആരൊക്കെയോ വരുന്നു. അത് ഈ സോഷ്യൽ മീഡിയകളായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ആ ആഭാസങ്ങളുടെ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്ന് തളർന്നു വീണാൽ, ഒരു വളവിലൊരു മോട്ടോർ സൈക്കിൾ ഒന്ന് തെറ്റിയാൽ, കാലൊന്ന് തെറ്റിയാൽ ഈ പറയുന്ന ഒരാളും നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. അന്നും നിങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്ന ഞങ്ങളെ ഉണ്ടാകും മക്കളെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഉലൈകല്ലദീന ഹഖ അലൈഹിമുൽ ഖൗലു ഫീ ഉമമിൻ ഖദ് ഖലത മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്. ഇവർക്കൊരു മുൻതലമുറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആർക്ക്? മാതാപിതാക്കളെ അപമാനിക്കുന്ന, നിഷേധിക്കുന്ന, പരലോക നിഷേധികളായ ഒരു ടീം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖദ് ഖലത മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസ്. അവരുടെയൊക്കെ ഗതി തന്നെയാണ് ഇവർക്കും വരാനുള്ളത്. എന്താണ്? ഇന്നഹും കാനൂ ഖാസിരീൻ. സർവനാശത്തിലേക്കാണ് ഇവരുടെ പോക്ക് എന്ന് വിശുദ്ധ ഖുർആൻ പറയും. അവിടെ പ്രിയപ്പെട്ട മക്കൾ മനസ്സിലാക്കാനുള്ളത്, നമ്മളെ നിയന്ത്രിക്കേണ്ടത് മരണചിന്തയാണ്. നമ്മളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളാണ്. നമ്മളെ നിയന്ത്രിക്കേണ്ടത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. നമ്മൾ ഷഹാദത്ത് കലിമയുടെ വക്താക്കളും പ്രയോക്താക്കളുമാണ്. അത് ആ ഷഹാദത്ത് കലിമയുടെ അനുയായികൾക്ക് പാടില്ലാത്തത് പലതുമാണ്. സംസ്കാരമായി, ആധുനികതയായി, പുരോഗമനമായി ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, കുടുംബം എന്നത് സ്നേഹത്തിന്റെ കാവൽക്കൂടാണ്, കരുതലിന്റെ ഇടമാണ്, പ്രയാസങ്ങൾ ഇറക്കി വെക്കാനുള്ളത് ഇടമാണ്. നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുള്ള ദുനിയാവിലെ ഒരേ ഒരിടം അത് നമ്മുടെ കുടുംബമാണ്. വേറെ ഒരാളും അവിടെയില്ല. അതുകൊണ്ടൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കുടുംബം എന്നത് അർശിനോട് കൂടി ബന്ധിപ്പിക്കപ്പെട്ട നിലയിലാണുള്ളത്. അതിന് തകർത്താൽ, എതിർത്താൽ അതിന്റെ ഫലം അള്ളാഹുവിനോടുള്ള ബന്ധം വിടുക എന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മക്കൾക്ക് എന്താണ് നൽകേണ്ടത് എന്ന ചോദ്യത്തിന് വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മാ നഹല വാലിദുൻ വലദഹു മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ ഹസൻ എന്നാണ്. ഒരു മാതാപിതാക്കൾക്കും, ഇപ്പൊ അവിടെ വന്നപ്പോ കേട്ടൊരു സംഗതി എന്താണെന്നറിയോ? പേരക്കുട്ടിക്ക് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷനായി.
അൽഹംദുലില്ലാ സമുദായത്തിൽ ഒരുപാട് ഈമാനും തഖ്വയുമുള്ള ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും ഒക്കെ ഉണ്ടായി വരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയോ? ഇതെന്തിനാണ്? നമുക്ക് ഖുർആനും സുന്നത്തും അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുമ്പോഴല്ലേ ഇതുകൊണ്ടൊക്കെ നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു പ്രവണതയും നമ്മളുടേതായിക്കൂടാ. ഖുർആനിലും സുന്നത്തിലും ഉറച്ചു നിന്ന്, കുടുംബാന്തരീക്ഷത്തിന്റെ ഊഷ്മളതയിൽ ഉറച്ചു നിന്ന്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കുടുംബ ജീവിതത്തെ അതിന്റെ എല്ലാ ആദര ബഹുമാനങ്ങളോടെയും കണ്ട് വളർന്നു വരുന്ന ഒരു നല്ല സാഹചര്യം നമുക്കുണ്ടാവണം. പവിത്രമാണ് നമ്മുടെ കുടുംബം. ആ പവിത്രതയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന യാതൊന്നും ഉണ്ടായിക്കൂടാ. മക്കളെ നല്ലത് പഠിപ്പിക്കാൻ, ദീൻ പഠിപ്പിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും വേണം. അതിനേക്കാൾ നല്ല ഒരു ഗിഫ്റ്റ്, ഒരു സമ്മാനം ഒരു മാതാപിതാക്കൾക്കും തങ്ങളുടെ മക്കൾക്ക് നൽകാൻ കഴിയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം നല്ല മാതാപിതാക്കളായി, നല്ല മക്കളായി ജീവിക്കുന്ന മരിക്കുന്നവരുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മെ നമ്മുടെ മക്കളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹ് യാ റബ്ബ്. അൽഹംദുലില്ലാഹി الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله وسلم على نبينا وحبيبنا وصفينا وشفيعنا وسيدنا محمد الأمين وعلى آله وأزواجه الطاهرات أمهات المؤمنين وأصحابه الفائزين المجاهدين برضا الله ومن تبعهم بإحسان إلى يوم الدين وحسن أولئك رفيقا. أما بعد أيها الإخوان ഇത്തഖുല്ലാഹ വഖൂനു ഇബാദല്ലാഹ്. ബഹുമാന്യരായ ആദരണീയരായ സഹോദരങ്ങളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മാതൃകകൾക്കും കീഴ്പ്പെടുന്ന യഥാർത്ഥ മുത്തഖീകളായിരിക്കാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരിശ്രമിക്കുക, നിരന്തരമായി പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിന്റെ ഷർത്തുകളാണ് നമ്മൾ പഠിച്ചു വന്നത്, മനസ്സിലാക്കി വന്നത്. പഠിച്ചതല്ല, നമ്മൾ പണ്ടേ പഠിച്ചതാണ്. ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണ് ഇതിന്റെ ഉദ്ദേശം. അറിയാത്തവർക്കൊരു പഠനവും അറിവുള്ളവർക്ക്, ഓർമ്മയിലുള്ളവർക്കൊരു പുതുക്കൽ മാത്രമാണ് ഉദ്ദേശം. നമ്മുടെ മക്കൾക്ക് ദീൻ പഠിക്കാനുള്ള വേദിയായി നമ്മുടെ പള്ളികൾ മാറേണ്ടതുണ്ട് എന്നതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു കർമ്മശാസ്ത്ര വിഷയം നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഖുതുബയിൽ നിരന്തരമായി എടുക്കാൻ തീരുമാനിച്ചത്. ഷർത്തുകൾ കഴിഞ്ഞാൽ നമസ്കാരത്തിന് 3 ഭാഗങ്ങളാണുള്ളത്. നമ്മൾ സാധാരണ സുന്നത്ത്, ഫറള് എന്നിങ്ങനെ പറയുന്നതിന് ഒന്നുകൂടി വിശദമായി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് നമസ്കാരത്തിന് 3 മേഖലകളുണ്ട് എന്നാണ്. നമ്മൾ ഇപ്പോൾ ഫറളുകൾ എന്ന് പറയുന്നതിന് അർക്കാനുകൾ എന്നാണ് പറയുക. മറ്റൊന്ന് വാജിബാത്തുകൾ, ഇനിയൊന്ന് സുന്നത്തുകൾ. 14 ഫറളുകളുണ്ട് എന്ന് നമുക്കറിയാം. ഒക്കെ നമ്മൾ എണ്ണി പഠിച്ചു വന്ന ആളുകളാണ് അല്ലേ? ഈ സുന്നത്തുകൾ എന്നതുകൊണ്ട് സൂക്ഷ്മമായ വിശകലനത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്ര മേഖലകളിൽ മാത്രം. മറവിയുടെ പേരിൽ സുജൂദ് ചെയ്യേണ്ടതില്ലാത്ത ചില കാര്യങ്ങൾ നമസ്കാരത്തിലുണ്ട് എന്നർത്ഥം. ഉദാഹരണത്തിന് ഫാത്തിഹ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയാൻ ഒരാൾ മറന്നു. ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ പറയാൻ ഒരാൾ മറന്നു എങ്കിൽ അതിന്റെ പേരിൽ അയാൾ സുജൂദ് ചെയ്യേണ്ടതില്ല, മറവിക്ക് സുജൂദ് ചെയ്യേണ്ടതില്ല. അത്തരം കാര്യങ്ങൾക്കാണ് വിശദമായ ആഴത്തിലുള്ള അപഗ്രഥനത്തിൽ സുന്നത്ത് എന്ന് പറയുക. നമ്മൾ ഫർള് എന്ന് പറയുന്നത് അർക്കാൻ എന്നാണ്, റുക്ന് എന്നാണ് ശരിയായിട്ട് പറയേണ്ടത്. പക്ഷെ നമ്മളത് അങ്ങനെ ഫർള് തന്നെ പറഞ്ഞാൽ മതി. ഈ ഫർളുകൾ 14 അവ നമസ്കാരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ, അവയിൽ ഏതെങ്കിലും ഒന്ന് മനഃപൂർവമോ അല്ലാതെയോ നഷ്ടപ്പെട്ടാൽ അയാളുടെ നമസ്കാരം ബാത്തിലാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യം നിയ്യത്തുണ്ടായിരിക്കുക എന്നതാണ്. അത് മാത്രം എന്ന് പറയാനുള്ളത്, നിയ്യത്തുണ്ടായിരിക്കുക. നിയ്യത്തില്ലാത്ത ഒരു കർമ്മവും സ്വീകാര്യമല്ല. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്തി വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഓരോ കർമ്മങ്ങളും കണക്കാക്കപ്പെടുന്നത് അവയുടെ പിന്നിലെ ചേതോവികാരം എന്ന് നമുക്ക് പറയാം, ഉദ്ദേശ ലക്ഷ്യം, അതിന്റെ പിന്നിലുള്ള നമ്മുടെ മനസ്സ്. ആ മനസ്സിനും ആ മനസ്സിന്റെ ഉദ്ദേശത്തിനും ലക്ഷ്യത്തിനും അനുസരിച്ചാകുന്നു. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞത് തലഫുൽ നിയ്യത്തി ബിദ്അ, നിയ്യത്ത് ചൊല്ലി പറയുക എന്നതൊരു പുത്തൻ സമ്പ്രദായമാണ്.
മഖ്സൂദുഹു അൽ ഖസ്ദ്, നിയ്യത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ലക്ഷ്യം എന്നാണ്. വമഹല്ലുഹു അൽ ഖൽബ്, അത് മനസ്സിലാണ് ഉണ്ടാവേണ്ടത് എന്നാണ്. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമായ വിശദീകരണമാണ്. നിയ്യത്ത് ചൊല്ലിപ്പറയുക എന്നതൊരു പുത്തൻ സമ്പ്രദായമാണ്. നിയ്യത്തിന്റെ ഉദ്ദേശം നമ്മുടെ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം എന്നാണ്. അതുണ്ടായിരിക്കേണ്ടത് നമ്മുടെ കൽബിലാണ്. മക്കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതലഫളു നിയ്യ, നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയ്യത്തിന്റെ പദങ്ങൾ എണ്ണി പറയാറുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അത് ബിദ്അത്ത് എന്ന് പറഞ്ഞത്. പക്ഷെ നിയ്യത്തില്ലാതെ ഒരു കർമ്മവും സ്വീകരിക്കുകയില്ല. നമ്മൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായ ബോധം വേണം എന്നർത്ഥം. ഞാൻ ഇമാമിനോടൊപ്പമാണ്, ഞാൻ ഇമാമായിട്ടാണ് അല്ലേ. ഇവിടെ 4 റക്അത്താണ്, 2 റക്അത്താണ്. കിബില കഅബയാണ് എന്റെ കിബില, ഞാൻ അവിടേക്ക് തിരിഞ്ഞാണ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് എന്നിങ്ങനെയാണല്ലോ നമ്മുടെ നിയ്യത്ത്. അത് വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ഉണ്ട് അല്ലേ. നമ്മുടെ ജുമുഅക്ക് വന്നതാണ്, ഖുതുബക്ക് മുമ്പ് അവിടെ എത്തണം, ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് അവിടെ എത്തണം. ഇതൊക്കെയാണ് നമ്മുടെ നിയ്യത്ത്. ആ നിയ്യത്ത് വൈന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, എന്താണോ ഉദ്ദേശിക്കുന്നത് അതാണ് പ്രതിഫലമായി വരിക. ഞാനിവിടെ കയറി വന്നത് നല്ലൊരു പ്രസംഗം നടത്തിയിട്ട് ആളുകളുടെ ആളുകൾക്കിടയിൽ പേരെടുക്കണം എന്നാണ് എന്റെ നിയ്യത്തെങ്കിൽ അതാണ് ഉദ്ദേശം. അതിനെവിടെ കൂലി കിട്ടൂല. പെട്ടെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾ അതിനല്ലാതെ നിന്ന് കൂലി കിട്ടൂല. 3 കാര്യങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആദ്യം വിചാരണ ചെയ്യപ്പെടുന്ന 3 ആളുകളുണ്ട് പരലോകത്ത്. ഒന്ന്, ഒരു അതിസമ്പന്നനാണ്, ധർമ്മിഷ്ഠനായ ഉദാരമതിയായ സമ്പന്നൻ. അയാളെ വിളിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, നിനക്ക് ഞാൻ എന്തെല്ലാം നൽകി? എല്ലാം നൽകി പടച്ചവനെ. എത്ര നൽകി? ഒരു കണക്കുമില്ല പടച്ചവനെ. എന്നിട്ട് എന്ത് ചെയ്തു? അത് ഞാനത് നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ കൊടുത്തു, മദ്രസ ഉണ്ടാക്കാൻ കൊടുത്തു, പെൺകുട്ടികളെ കെട്ടിക്കാൻ കൊടുത്തു, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് തീർക്കാൻ കണ്ടമാനമായിട്ട് കൊടുത്തിട്ടുണ്ട് പടച്ചവനെ. എന്തായിരുന്നു നിന്റെ ലക്ഷ്യം? നിന്റെ തൃപ്തി നേടുക എന്നതായിരുന്നു. അപ്പൊ അല്ലാഹു പറയാ അത് കളവാ. നോക്കുകൊണ്ട് നീയത്ത് എന്താ പെട്ടെന്ന് മനസ്സിലാകാം. അത് കളവാ. പക്ഷെ നീ ഉദ്ദേശിച്ചത് യുക്കാലുലി അന്നക ജവാദ്, നാട്ടുകാരെ കൊണ്ട് അവനൊരു ഉദാരമതിയാണ്, നല്ല ധർമ്മം കൊടുക്കുന്നവനാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഫഖദ് ഖീല, അത് ആളുകളവിടെ പറയുകയും ചെയ്തിട്ടുണ്ട്. തുരിഹ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ നിയ്യത്ത് എന്താന്ന്. രണ്ടാമത് വരുന്നത് ഒരു ഷഹീദാണ്. എന്തിന് ഷഹാദത്ത് വരിച്ചു? അല്ലാഹുവേ നിന്റെ കലിമകളുടെ ഉയർച്ചയ്ക്കു വേണ്ടി. കദബ്ത, ഇല്ല, അത് കളവാണ്. വലാകിന്നക യുരീദു അൻ യുഖാല ഇന്നക ജരീ, നീ ഒരു ധീരനാണെന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അത് നടന്നിട്ടുണ്ട്. ഇനി ഇവിടെ ഒന്നുമില്ല. മൂന്നാമത് വരുന്നത് ഒരു ആലിമാണ്, നല്ല പണ്ഡിതൻ, നല്ല കാര്യമാണ്. എന്തു ചെയ്തു? ഞാൻ നാട്ടിൽ ഖുർആൻ പഠിപ്പിച്ചു, നല്ല മനോഹരമായ ഖുതുബ പറഞ്ഞു, നന്നായിട്ട് ഖുർആൻ ഓതി, ആളുകൾ ഒരുപാട് എന്റെ പ്രഭാഷണം കേട്ട് പാണ്ഡിത്യം കണ്ട് ഇസ്ലാമിലേക്ക് വന്നു. കദബ്ത, നിന്റെ ലക്ഷ്യം അതല്ലായിരുന്നു. നീ ഒരു ആലിമാണ്, കാര്യമാണെന്ന് പറയലായിരുന്നു നിന്റെ ലക്ഷ്യം. മുഅ്മിനീങ്ങളെ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അപ്പൊ നമ്മുടെ നിയ്യത്തുകൾ കൃത്യമായിരിക്കുക, ഖാലിസായ നിയ്യത്തുണ്ടായിരിക്കുക. ഞാൻ ഇത്ര നേരം ഉസല്ലി ലില്ലാഹി തആല ഉസല്ലി സലാത്തുൽ ഒരു 40 റക്അത്ത് മുതവജ്ജിഹനിൽ കഅബ അദാ ലില്ലാഹി തആല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി പറഞ്ഞിട്ടില്ല. ളുഹർ എന്ന ഫർളായ നമസ്കാരം അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇമാമോട് കൂടി ഞാൻ നമസ്കരിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റക്ക് നമസ്കരിക്കുന്നു എന്ന് റസൂൽ മലയാളത്തിലും പറഞ്ഞിട്ടില്ല. എന്നാൽ അത് പറഞ്ഞുകൊണ്ട് നമസ്കാരം ഹറാമാവുമെന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമല്ല കേട്ടോ. സുന്നത്ത് ഇമാം ഷാഫി പറഞ്ഞതാണ്, മഹല്ലു അൽ ഖൽബ്. അപ്പൊ ഈ കാര്യങ്ങൾ ഒന്നൊന്നായി നമ്മൾ പഠിക്കുക. ഏതൊരു കർമ്മത്തിനും ആ ഒരു നിലപാടുണ്ടാവണം. മഅൻ ഇബ്നു യസീദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു റിപ്പോർട്ട് വരുന്നത് കാണാം. ഇമാം മുസ്ലിം റളിയല്ലാഹു വാപ്പയും മകനും കൂടെ പള്ളിയിലേക്ക് പോകുന്നു. അപ്പൊ പോകുന്ന കൂട്ടത്തിൽ വാപ്പ എന്ത് ചെയ്യും? കുറച്ച് ചില്ലറ പൈസ എടുക്കും. ലിയതസദ്ദഖ ബിഹി, അത് വഴി കണ്ടാർക്കേലും സദഖ കൊടുക്കാനാണ് എടുത്തത്. ഈ കുട്ടി മഅൻ ചെറിയ കുട്ടിയാണ്, വികൃതിക്കാരനാണ്. വാപ്പ പോണ വഴിക്കൊരു അബ്ദനായ കണ്ണ് കാണാത്തൊരു മനുഷ്യനെ കണ്ടപ്പോ ഈ പൈസ അയാൾ കൊടുത്തു. അയാളത് പോക്കറ്റിലിടുന്നതിന് മുമ്പ് അയാളെ കയ്യിൽ നിന്ന് ഈ കുട്ടി ഇത് തട്ടിപ്പറിച്ചു. ഹദീസാട്ടോ, കഥ പറയല്ല. തട്ടിപ്പറിച്ച് ഓൻ ഓടി, വാപ്പ പിന്നാലെ ഓടി. രണ്ടാളും ഓടുന്നത് മസ്ജിദ് നബവിയിലേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്കാ. കുട്ടിയാണ് മുമ്പിലെത്തിയത്. കുട്ടി റസൂലിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച്
വാപ്പ വന്നിട്ട് അനയ്ക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒച്ചയായി വിളിയായി. വാപ്പ ചോദിച്ചു എന്താ കാര്യം? അപ്പൊ വാപ്പ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്താ കാര്യം? അപ്പൊ വാപ്പ പറഞ്ഞു ഇങ്ങോട്ടൊക്കെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടായി, ഓന്റെ കയ്യിലുണ്ടാ പൈസ എന്നുള്ളു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച പൈസ എന്റെ കയ്യിലുണ്ടോ? ഓ അങ്ങനെ കൈ കാണിച്ചെടുത്ത് എന്തിനു ചെയ്യും, ഉടനെ കൊടുക്കൂലെന്ന് പറഞ്ഞു. ചെറിയ കുട്ടിയാണ്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലക്കമാ അഖദ്ത യാ മഅൻ, മോനെ നീ അതെടുത്തോ, അത് നീ കൊടുക്കണ്ട. വലക്കമാ നവൈത യാ യസീദ്, യസീദ് നിന്റെ നീയത്തിന്റെ പ്രതിഫലം നിനക്കുണ്ട്. എന്താ നീയത്ത്? സ്വതക്ക നൽകുക എന്നതാണ്. സ്വതക്കയായോ? ഇല്ല, ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ കൂലി മനസ്സിന്റെ നീയത്തിനനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, നമസ്കാരത്തിന്റെ ഫർളുകളിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നീയത്താകുന്നു. എല്ലാ സൽക്കർമ്മങ്ങളുടെയും പിന്നിലുള്ള മാനദണ്ഡം, അത് സ്വീകരിക്കപ്പെടണമോ വേണയോ എന്നതിന്റെ മാനദണ്ഡം നീയത്താകുന്നു. ഖാലിസായ നീയത്തുള്ളവരാവുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തെ ജീവൻ ബലിയർപ്പിച്ച് നിലനിർത്തുവാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ ഒരു കാരണവശാലും അവരുടെ കണ്ണുനീര് വീഴാൻ, ഒരു തേങ്ങൽ വീഴാൻ നമ്മളായിട്ട് കാരണക്കാരാവുകയില്ല എന്ന് ഉറച്ച് തീരുമാനിക്കുക. അതിനനുസരിച്ച് വിനയവും ആദരവും ബഹുമാനവും അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുക. നമ്മുടെ മക്കളെ അങ്ങേയറ്റം വാത്സല്യത്തോടെ, സ്നേഹത്തോടെ, ദയയോടെ അവരെ വളർത്തിക്കൊണ്ടുവരിക. അവരുടെ വീഴ്ചകൾ സദാത് സമയങ്ങളിൽ അവർക്ക് ഊഷ്മളതയോടുകൂടി തിരുത്തി കൊടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു നല്ല കുടുംബ സംവിധാനം, ഈ എല്ലാ വിധത്തിലുള്ള പൈശാചികതകളിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുന്ന ഈമാനിലും തഖ്വയിലും അധിഷ്ഠിതമായ ഒരു കുടുംബ സംവിധാനം വളർത്തിക്കൊണ്ടുവരാൻ റഹ്മാനായ റബ്ബെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ. റഹ്മാനെ, നിന്നെ ഭയപ്പെടുന്ന, നിന്റെ പരലോകത്തെ ഭയപ്പെടുന്ന, നിന്റെ കിതാബിനെയും നിന്റെ ദൂതരെയും അനുസരിക്കുന്ന, ഞങ്ങൾ സത്യധർമാദികൾക്ക് കൂടുതൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മക്കളെ ഞങ്ങൾക്ക് നൽകണമേ റഹ്മാനെ. അവരെ ഞങ്ങളെ കൺകുളിർമയാക്കണമേ റഹ്മാനെ. എല്ലാ തരത്തിലുള്ള പുത്തൻ വാദങ്ങളിൽ നിന്ന് ഞങ്ങളെ കുട്ടികളെ കാത്തു രക്ഷിക്കണമേ റഹ്മാനെ. നിന്നിലേക്ക് സൂക്ഷ്മതയോടുകൂടി നടന്നെടുക്കാൻ ശ്രമിക്കുന്ന, കുടുംബസമേതം നിന്റെ ഇഷ്ടക്കാരായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന മുത്തഖികളിൽ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. ഞങ്ങളുടെ രോഗങ്ങളെല്ലാം ശിഫയാക്കണമേ റഹ്മാനെ. കഷ്ടപ്പാടുകളെല്ലാം നീക്കിത്തരയണമേ റഹ്മാനെ. വിഷമങ്ങളെല്ലാം പരിഹരിക്കണമേ റഹ്മാനെ. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുടെ സ്വാലിഹായ എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ സത്യവിശ്വാസികൾക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകണമേ റഹ്മാനെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാലിയൽ الحجات. اللهم اعز الاسلام والمسلمين. اللهم احينا مسلمين وامتنا مسلمين والحقنا بالصالحين. اللهم اجرنا واجر والدينا واهلنا من النار. اللهم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. توفنا مسلمين والحقنا بالصالحين. وصلى الله وسلم على محمد.